ഹലോ മക്കൾസ്, പബ്ലിക് എക്സാമിൻ്റെ ഓരോരോ തിരക്കുകളിലേക്ക് മക്കൾസ് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന സമയങ്ങളിലാണ്. നെക്സ്റ്റ് വീക്ക് നമ്മുടെ ലാബ് എക്സാം, പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം പല സ്റ്റുഡൻസിനും മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാനുള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലാബ് എക്സാം, നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം അടിപൊളിയാക്കണം, സെറ്റാക്കണം, സൂപ്പർവാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളിതാ കെമിസ്ട്രിയുടെ ക്ലാസ്സുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ടെസ്റ്റുകളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് എന്നെൻ്റെ മക്കൾസിന് അറിയാം. ഒന്ന് സോൾട്ട് അനാലിസിസും മറ്റൊന്ന് വോളിയോമെട്രിക് അനാലിസിസും. സോൾട്ട് അനാലിസിസ് എങ്ങനെ ചെയ്യണം, വോളിയോമെട്രിക് അനാലിസിസ് എങ്ങനെ ചെയ്യണം, അസിഡിമെട്രി ആൽക്കലിമെട്രി എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ ക്ലാസ് നമ്മൾ തന്നു കഴിഞ്ഞു. ഇനി ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതിയെടുക്കേണ്ടത് എങ്ങനെ? കാരണം നിങ്ങൾക്കറിയാം, ചെയ്യുന്നതിനേക്കാൾ മാർക്ക് എഴുതി കൊടുത്ത് ആൻസർ ഷീറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ആ എഴുതിയത് നോക്കിയിട്ടാണ് നിങ്ങളുടെ എക്സാമിനർ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ എഴുതാൻ നിർബന്ധമായിട്ടും പഠിക്കണം. എഴുതാൻ അറിഞ്ഞാലേ നിങ്ങളുടെ പ്രാക്ടിക്കലിൽ ഫുൾ സ്കോർ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് പേടിക്കണ്ട. എഴുതാൻ വളരെ ഈസിയാണ്. എങ്ങനെ ഈസി ആയിട്ട് എഴുതാൻ പഠിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളിതാ എക്സാം ഹാളിലേക്ക് കയറുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുക. ഞാൻ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുകയാണ്. നിങ്ങൾ ലാബ് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ഹോൾ ടിക്കറ്റും റെക്കോർഡുമായിട്ട് എക്സാമിനറുടെ മുന്നിൽ കൊടുക്കും, അവിടെ ടേബിളിൽ വെക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്ലേസിൽ പോയി നിൽക്കും, ലാബിൽ പ്ലേസിൽ പോയി നിൽക്കും. അങ്ങനെ നിങ്ങൾ ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തരും. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആ ലാബിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണോ തരുന്നത് അതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ, ഇത് 2 ഉണ്ടാവില്ല, 3 ഉണ്ടാവും, ചിലപ്പോൾ 5 ഉണ്ടാവും. അങ്ങനെ ഈ 5 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യന് 15 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 3 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യന് 16 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, അങ്ങനെ ടോട്ടൽ 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും ഇവിടെ തരിക, ഓരോരുത്തർക്ക് ഇവിടെ വ്യത്യസ്തമായിരിക്കും തരിക. അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് തന്നതെന്ന് മനസ്സിലാക്കണം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ്, ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് NaOH എന്ന് തന്നിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തരും. ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl. ചില ആളുകൾക്ക് ഇത് തിരിച്ചു തരും. എവിടെ NaOH എഴുതിയെടുത്ത് HCl തരും, HCl എഴുതിയെടുത്ത് NaOH തരും, അങ്ങനെയും തരും. കണ്ടെയ്നിങ് 3.7 gram per liter. ഇങ്ങനെയാണ് ഒരാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വിചാരിച്ചോ. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്? വോളിയോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. വോളിയോമെട്രി നമ്മൾ ടൈട്രേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അത് ചെയ്തിട്ട് ആ ചെയ്തതിൻ്റെ കാൽക്കുലേഷൻ എഴുതുന്നതിനാണ് 15 മാർക്സ്. റെഡി? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. റെഡി? ദെൻ ആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ ഷീറ്റ് തരും. ആ ആൻസർ ഷീറ്റിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വിത്തിൻ 5 minutes നിങ്ങൾ എഴുതി കൊടുക്കണം. ആദ്യത്തെ പണി അതാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വിത്തിൻ 5 minutes എല്ലാവരും എഴുതി കൊടുക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പിക്കാം. അത് തെറ്റാണ്ട് സിമ്പിളായിട്ട് എഴുതിയെടുത്താൽ 3 മാർക്ക് ഉറപ്പിക്കാം. എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്ന ആളില്ലേ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ തന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുക. ഈ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുന്നതിനാണ് 3 മാർക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും നിങ്ങൾ എഴുതി കൊടുത്തു. ആദ്യം നിങ്ങൾ അത് ചെയ്തു. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ എഴുതി കൊടുത്തു. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? സോൾട്ട്. ചില ആളുകൾ ഇപ്പോൾ സോൾട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സോൾട്ടും ചെയ്ത് കഴിഞ്ഞു. സോൾട്ട് എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. പ്രിലിമിനറി അനാലിസിസും ചെയ്തു, ആനിയോണും ചെയ്തു, കാറ്റിയോണും ചെയ്തു. സോൾട്ട് നിങ്ങൾക്ക് കിട്ടി. എങ്ങനെ എഴുതും? സോൾട്ട് കിട്ടിയാൽ മാർക്കില്ല. സോൾട്ട് കിട്ടി എഴുതുന്നതിനാണ് ഈ 16 മാർക്സ് നിങ്ങൾക്ക് തരുന്നത്. എങ്ങനെ എഴുതും? ആ എഴുതാനുള്ള പണികളാണ് ഇനി നെക്സ്റ്റ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോൾട്ട് അനാലിസിസ് എങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ സോൾട്ട് അനാലിസിസ് എങ്ങനെ എഴുതാം എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചില ആളുകൾ സോൾട്ട് അനാലിസിസ് എഴുതാനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് സാർ അത് പഠിച്ചെടുക്കാമെന്ന് ചോദിക്കുന്നുണ്ടാവും. അത് പഠിച്ചെടുക്കാനുള്ള സിമ്പിൾ ട്രിക്കുകളും സാറ് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോൾട്ട് അനാലിസിസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് തന്ന സോൾട്ട്, നിങ്ങൾക്ക് കിട്ടിയ സോൾട്ട് അലുമിനിയം നൈട്രേറ്റ് ആണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയത് അലുമിനിയം നൈട്രേറ്റ്. നമ്മൾ ഞാൻ ചെയ്ത് കാണിച്ചതിൽ എനിക്ക് അലുമിനിയം നൈട്രേറ്റ് ആണ് ഞാൻ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ അലുമിനിയം നൈട്രേറ്റ് ആണ് എനിക്ക് കിട്ടിയത്. അലുമിനിയം നൈട്രേറ്റ് ആണെങ്കിൽ എൻ്റെ ആനിയോൺ ആരാണ്? നൈട്രേറ്റ് ആണ് അല്ലേ? എനിക്ക് കിട്ടിയ ആനിയോൺ നൈട്രേറ്റ് ആണ്. അതൊന്നും ഇവിടെ എഴുതണ്ട കേട്ടോ.
ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം നൈട്രേറ്റ് ആണ്. കാറ്റിയോൺ ആരാണ്? ആനയോൺ നൈട്രേറ്റ് ആണ്. കാറ്റിയോൺ ആരാണ്? അലുമിനിയമാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ. എന്ത്? ആനിയോണ് നൈട്രേറ്റും കാറ്റിയോൺ അലുമിനിയം. പക്ഷേ പേര് പറയുമ്പോൾ കാറ്റിയോണിൻ്റെ പേര് ആദ്യം പറഞ്ഞു, പിന്നെയാണ് ആനിയോണിൻ്റെ പേര് പറയുന്നത്. അഥവാ അലുമിനിയം നൈട്രേറ്റ്. നൈട്രേറ്റ് അലുമിനിയം എന്നല്ല, അലുമിനിയം നൈട്രേറ്റ് എന്നാണ് സോൾട്ടിൻ്റെ പേര്. സോ അലുമിനിയം നൈട്രേറ്റ് ആണ് എനിക്ക് കിട്ടിയതെങ്കിൽ ആദ്യം നമ്മൾ പ്രിലിമിനറി അനാലിസിസ് ചെയ്യും. ചില ആളുകൾ ഇപ്പോൾ നമ്മൾ ഇട്ട വീഡിയോ ക്ലാസ്സിൻ്റെയൊക്കെ താഴെ കമൻറ്റ് അടിച്ചിട്ട് ഞങ്ങളോട് വീഡിയോ പ്രിലിമിനറി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പ്രിലിമിനറി ചെയ്യൽ നിർബന്ധമല്ല. ചില ക്ലാസ്സിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചില സ്കൂളുകളിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നേരെ അനാലിസിസ് ഓഫ് ആനിയോൺ ചെയ്താൽ മതി. ഓഹോ, അപ്പോൾ ഞങ്ങൾക്ക് പ്രിലിമിനറി അനാലിസിസ് ചെയ്യണ്ട, നിങ്ങൾ കുടുങ്ങി, നിങ്ങൾക്ക് മാത്രം അത് ചെയ്യണം, ഞങ്ങൾക്ക് ആദ്യം മുതൽ ആനിയോൺ ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രിലിമിനറി ചെയ്തു എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് പുതിയതെന്തോ പഠിക്കുന്നതും അല്ല. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രിലിമിനറി ചെയ്യുന്നവർക്ക് നിങ്ങൾക്കാണ് കുറച്ചും കൂടെ സാധ്യത സോൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ. കാരണം എന്താ അറിയോ, പ്രിലിമിനറി ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏതാ കാറ്റിയോൺ എന്ന് ഉറപ്പിക്കാൻ പറ്റും. മറ്റേ പ്രിലിമിനറി ചെയ്യാത്തവർക്ക് ഈ കാറ്റിയോൺ ചെയ്യുമ്പോൾ ചില കൺഫ്യൂഷൻ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലൊക്കെ വരാറുള്ളതായിട്ട് ഞാൻ കേൾക്കുന്നു. അപ്പോൾ പ്രിലിമിനറി ചെയ്താൽ നിങ്ങൾക്ക് സോൾട്ട് ചെയ്യാനുള്ള സാധ്യത കുറച്ചും കൂടെ, സോൾട്ട് കൂടുതൽ കിട്ടാനുള്ള, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് പ്രിലിമിനറി ചെയ്യുന്നത് ഒട്ടും പ്രശ്നമല്ല. കാരണം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിലിമിനറി ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും ചെയ്യുക. നിങ്ങൾ എന്തായാലും പിന്നെ ചെയ്യണമെങ്കിൽ ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും ആദ്യം ചെയ്യുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ അങ്ങ് തീരും. അതുകൊണ്ട് പ്രിലിമിനറി അനാലിസിസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. യെസ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സോ മക്കളെ, പ്രിലിമിനറി അനാലിസിസ് ചെയ്യുമ്പം കളർ നോക്കണം. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കണം. ഫ്ലെയിം ടെസ്റ്റ്, ആഷ് ടെസ്റ്റ് ജസ്റ്റ് അങ്ങ് എഴുതിയാൽ മതി. കളർ നിങ്ങൾക്ക് എന്തായാലും കളറുള്ള സോൾട്ട് അല്ല തന്നിട്ടുണ്ടാവുക, കളർ തന്നിട്ടുണ്ടാവില്ല. അപ്പം നോ കളർ, കളർലെസ്. ഒബ്സർവേഷനിൽ കളർലെസ് എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസ് എന്ന് തരുമ്പോൾ നിങ്ങൾ പറയാൻ വിട്ടുപോയി. സോൾട്ട് അനാലിസിസ് എഴുതുമ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റ് എടുത്തിട്ട് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് സിമ്പിൾ സോൾട്ട് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിൽ റോമൻ ലെറ്റർ 1 ഇട്ടിട്ട് പ്രിലിമിനറി അനാലിസിസ്. ഇത് എഴുതാത്തവർ കുഴപ്പമില്ല, ഇത് നോക്കണ്ട. ഇത് എഴുതണം പറയാത്തവർ ഇത് നോക്കണ്ട, പ്രശ്നമില്ല. സോ പ്രിലിമിനറി അനാലിസിസ് എഴുതിയിട്ട് 3 കോളമാക്കുക. ഒന്നാമത്തെ കോളത്തിൽ എക്സ്പെരിമെൻറ്റ്, സെക്കൻഡ് കോളം ഒബ്സർവേഷൻ, തേർഡ് കോളം ഇൻഫറൻസ് എന്ന് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കോളത്തിൽ കളർ ആൻഡ് അപ്പിയറൻസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആർ നോട്ടഡ് എന്നൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കളർ ആൻഡ് അപ്പിയറൻസ് നിങ്ങൾ എഴുതുന്നു കളർലെസ്. കളർലെസ് ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് Cu2+ ആൻഡ് Mn2+. ആബ്സെൻസ് ഓഫ് Cu2+ ആൻഡ് Mn2+. കോപ്പറിനും മാംഗനീസിനാണ് സാധാരണ കളർ ഉണ്ടാവുക. അതില്ല, കളർ ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ഇല്ല. ആബ്സെൻസ് ഓഫ് Cu2+ ആൻഡ് Mn2+. ഇനി ആക്ഷൻ ഓഫ് ഹീറ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ. നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ. ഇനി അല്ല, ഹീറ്റ് ചെയ്തപ്പോൾ ചില ആളുകൾക്ക് അമോണിയൻ്റെ സ്മെല്ല് ഉണ്ടാവും. അപ്പം പങ്ക്ചൻ്റ് സ്മെല്ല് എന്ന് എഴുതുക, പ്രസൻസ് ഓഫ് അമോണിയ എന്ന് എഴുതുക. അമോണിയം. ഇവിടെ എനിക്ക് അലുമിനിയം ആയതുകൊണ്ട് അമോണിയ ഉണ്ടാവില്ല. സോ നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് അമോണിയം. ആബ്സെൻസ് ഓഫ് അമോണിയം അഥവാ അമോണിയൻ്റെ ഫോർമുല NH4+. NH4+ തന്നെ എഴുതണമെന്നില്ല, അമോണിയം എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല എഴുതുക NH4+. ആബ്സെൻസ് ഓഫ് NH4+. ഇനി അമോണിയം നൈട്രേറ്റോ അമോണിയം അസറ്റേറ്റോ ഒക്കെയാണ് കിട്ടിയവർക്കാണെങ്കിൽ പ്രസൻസ് ഓഫ് അമോണിയം എന്നുണ്ടാവും. ഇവിടെ പങ്ക്ചൻ്റ് സ്മെല്ല് എന്നുണ്ടാവും. ആക്ഷൻ ഓഫ് ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പങ്ക്ചൻ്റ് സ്മെല്ല്, ആ പുറത്തുനിന്ന് വരുന്ന ഗ്യാസിൽ നിന്ന് പങ്ക്ചൻ്റ് സ്മെല്ല് വരും. ഒന്നും കിട്ടാത്തവരെ എല്ലായിടത്തും നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ എന്ന് എഴുതുക. ഇനി ഫ്ലെയിം ടെസ്റ്റ് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം അലൂമിനിയമാണ്. അതുകൊണ്ട് ഫ്ലെയിം ടെസ്റ്റിലും ഉണ്ടാവില്ല. കാരണം ഫ്ലെയിം ടെസ്റ്റ് കിട്ടണമെങ്കിൽ ഒന്ന് ഈ ബേരിയം അല്ലെങ്കിൽ കാൽസ്യം ആയിരിക്കണം. അപ്പോൾ വീണ്ടും നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ. അപ്പോൾ ഞാൻ എഴുതുന്നു ആബ്സെൻസ് ഓഫ് ആരൊക്കെയാണ് ഫ്ലെയിം ടെസ്റ്റിൽ ഇല്ലെങ്കിൽ ആരൊക്കെയാണ് ആബ്സെൻസ് ഓഫ് Ca2+ ആൻഡ് Ba2+, കാൽസ്യം ആൻഡ് ബേരിയം അയോൺസ്. അപ്പോൾ നോക്കിക്കേടാ, എനിക്ക് അമോണിയം ഇല്ല എന്ന് മനസ്സിലായി, കാൽസ്യം ഇല്ല എന്ന് മനസ്സിലായി, ബേരിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഇല്ല എന്ന് മനസ്സിലായി, ഫിഫ്ത്ത് ഗ്രൂപ്പ് ഇല്ല എന്ന് മനസ്സിലായി. ഞാൻ ആഷ് ടെസ്റ്റും കൂടെ ചെയ്തത്. അതുകൊണ്ട് ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്നേ ഉറപ്പിക്കാൻ പറ്റും. ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും, കാരണം എൻ്റെ കയ്യിൽ അലൂമിനിയമാണുള്ളത്. അപ്പോൾ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. ആഷ് ടെസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് എന്ന് എഴുതുക, അതിൽ ചെയ്യേണ്ട രൂപം എഴുതുക. ആഷ് ടെസ്റ്റ് എന്ന് എഴുതുക, ചെയ്യേണ്ട രൂപം എഴുതുക. ഇത്രയും നീട്ടി വലിച്ച് എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ, ചുരുക്കി എഴുതിയാലും മതി. A little of the salt is made into a paste with concentrated HCl and shown into a flame.
ഇത് പരമാവധി ചുരുക്കി തന്നെയാണ് എഴുതിയുള്ളത്. ആഷ് ടെസ്റ്റ് ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിലേക്ക് സോൾട്ട് എടുക്കുക, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ചേർത്ത് ചൂടാക്കുക, അതിലേക്ക് ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ചെയ്യുക, ദെൻ പിന്നെ ബേൺ ചെയ്യുക. അപ്പോൾ ആഷിൻ്റെ കളർ നോക്കുക. ആഷിൻ്റെ കളർ എനിക്ക് ബ്ലൂ ടിൻറ്റഡ് ആഷ് ആണ് കിട്ടിയതെങ്കിൽ, ബ്ലൂ ആഷ് കിട്ടിയതെങ്കിൽ എനിക്ക് പ്രസൻസ് ഓഫ് Al3+. അലുമിനിയം ഇല്ലാത്തവർക്കോ? അലുമിനിയം ഇല്ല, സിങ്ക് ഇല്ല, മഗ്നീഷ്യം ഇല്ല, ഇതൊന്നും ഇല്ലാത്തവർക്ക് നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് Zn2+, Al3+, Mg2+. ഓക്കെ, ഇതാണ് പ്രിലിമിനറിയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇത് എഴുതാൻ പറയാത്തവർക്ക് ഇത് എഴുതുകയും വേണ്ട. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താ അറിയോ? എനിക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ തേർഡ് ഗ്രൂപ്പാണെന്ന് മനസ്സിലായി, കാറ്റിയോണിൽ തേർഡ് ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. ഇനി ഇതൊന്നും ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അപ്പം തന്നെ എനിക്ക് ഉറപ്പിക്കാം എൻ്റെ കയ്യിൽ തേർഡ് ഗ്രൂപ്പ് ഇല്ല, ഫോർത്ത് ഗ്രൂപ്പ് ഇല്ല, ഫിഫ്ത്ത് ഗ്രൂപ്പ് ഇല്ല, സിക്സ്ത് ഗ്രൂപ്പ് ഇല്ല. പിന്നെ ആകെ ഞാൻ 0 ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും ചെയ്താൽ മതി. 0 ഗ്രൂപ്പിലാണെങ്കിൽ അമോണിയമാണുള്ളത്. ഞാൻ നേരത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്നാണോ പോയപ്പോൾ പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിൽ മിസ്റ്റേക്കാണ്, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് അറിയാതെ പറഞ്ഞു തോന്നുന്നു. 0 ഗ്രൂപ്പും ഇല്ല, 0 ഗ്രൂപ്പായിരിക്കും അമോണിയ, അല്ലെങ്കിൽ 0 ഗ്രൂപ്പും ഇല്ല. എന്നാലും നമ്മൾ ജസ്റ്റ് 0 ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന കാറ്റിയോണിൽ തേർഡും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും ഇല്ലാന്ന് ഫ്ലെയിം ടെസ്റ്റ് ആഷ് ടെസ്റ്റും ചെയ്യുന്നതോടുകൂടി മനസ്സിലാവും. അത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ, ഇനി അതിൽ ആരെങ്കിലും തന്നാൽ ആ ഗ്രൂപ്പാണെന്ന് മനസ്സിലാവും. ഇപ്പം ബ്രിക്ക് റെഡ് ആണ് തരുന്നെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പാണെന്ന് മനസ്സിലാവും, ഫിഫ്ത്ത് ഗ്രൂപ്പിൽ കാൽസ്യം ആണെന്ന് മനസ്സിലാവും. പെയിൽ ഗ്രീൻ ആണ് തന്നെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പിൽ ബേരിയം ആണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് മനസ്സിലാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആനിയോൺ സുഖമായിട്ട് കിട്ടുകയും ചെയ്യും. സോ മനസ്സിലായോ? ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 0 ഫസ്റ്റ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന്. അതാണ് നമ്മുടെ പ്രിലിമിനറി അനാലിസിസിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്. അങ്ങനെ പ്രിലിമിനറി അനാലിസിസ് എഴുതി കഴിഞ്ഞവർ രണ്ടാമത് നമ്മൾ അനാലിസിസ് ഓഫ് കാറ്റയോൺ എന്ന് അടുത്ത നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതുക. അനാലിസിസ് ഓഫ് കാറ്റയോൺ. സെക്കൻഡ് റോമൻ ലെറ്റർ 2. ചില ആളുകൾക്ക് റോമൻ ലെറ്റർ 1 ആയിരിക്കും ഫസ്റ്റ് ചെയ്യുന്നവർക്ക്. അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിയോൺ എന്ന് എഴുതുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിയോൺ, ആനിയോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 3 കോളം വരക്കുന്നു. എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. ഇത് എഴുതുന്നു. എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്, ഇതങ്ങ് നമ്മൾ എഴുതുന്നു. ഇതെഴുതിയിട്ട് നമ്മൾ ഇതിനെ കോളമാക്കുന്നു. ഇത് നമ്മളിതിനെന്ത് ചെയ്യുന്നു? കോളമാക്കി വരക്കുന്നു. യെസ്, നോക്കടാ. എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. ആനിയോണിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിയോണിൻ്റെ ടെസ്റ്റിൽ നമ്മൾ ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനിയോൺ എഴുതിയിട്ട് എക്സ്പെരിമെൻറ്റ്, ഒബ്സർവേഷൻ. എന്താ നിങ്ങൾക്ക് അറിയാലോ? ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഡൈല്യൂട്ട് HCl ചേർക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ് ടു സോൾട്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, അല്ലേ? ടു ദി സോൾട്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആഡ് ഡൈല്യൂട്ട് HCl. ചുരുക്കി അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന എന്താണ്? ചുരുക്കി അങ്ങ് എഴുതിയാൽ മതി. ടു ദി സോൾട്ട് ആഡ് ഡൈല്യൂട്ട് HCl ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിലുള്ളത് പ്രത്യേകിച്ച് എഴുതണ്ട, ടെസ്റ്റ് ട്യൂബിൽ അല്ലാത്ത മാത്രം പ്രത്യേകിച്ച് കാണിച്ചാൽ മതി. സോ ഒന്നാമത്തേൽ നമ്മൾ ആഡ് ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. ഡൈല്യൂട്ട് HCl ചേർത്താൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ കാർബണേറ്റ് വേണം, എന്തെങ്കിലും നൈട്രേറ്റ് ആണുള്ളത്. അപ്പം നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ, നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ, നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇൻഫറൻസ് എന്താണ്? ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. കാർബണേറ്റ് എന്ന് നീട്ടി വലിച്ച് എഴുതാം, അല്ലെങ്കിൽ CO3 - എന്നും എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം. പരമാവധി ഫോമിൽ കൂടി പഠിച്ചാൽ നല്ലത്. ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ഓക്കെ, അപ്പോൾ എന്തില്ല മക്കളെ? ഫസ്റ്റ് ഗ്രൂപ്പിൽ കാർബണേറ്റ് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് ഏതുവരെ കിട്ടുന്നു അതുവരെ ചെയ്യണം. രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നു. രണ്ടാമത്തത് ഇതാ, ആദ്യത്തിലേക്ക് ഡൈല്യൂട്ട് HCl ആണ് ചേർത്തെങ്കിൽ രണ്ടാമത്തേക്ക് ഡൈല്യൂട്ട് H2SO4 ചേർക്കും. ടു ദി സോൾട്ട്, അത് മാത്രം വാച്ച് ഗ്ലാസ്സിലാണ് ചെയ്യുക. സോ ടു ദി സോൾട്ട് ഇൻ എ വാച്ച് ഗ്ലാസ്, ടു ദി സോൾട്ട് ഇൻ എ വാച്ച് ഗ്ലാസ് ആഡ് ഡൈല്യൂട്ട് H2SO4, ഡൈല്യൂട്ട് H2SO4 ചേർക്കും. നിങ്ങൾ എഴുതും. ഇതൊക്കെ നിങ്ങൾ എഴുതണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഞാനും കൂടെ എഴുതിയിരുന്നത്. നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നൈട്രേറ്റ് ആയതുകൊണ്ട് ഈ ടെസ്റ്റും തരില്ല. അപ്പോൾ നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ നിങ്ങൾ എഴുതിക്കോണേ. അപ്പോൾ നിങ്ങൾക്ക് ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ് എന്ന് എഴുതും. ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്.
ഓക്കെ, അങ്ങനെ ഡൈല്യൂട്ട് HCl കഴിഞ്ഞു, ഡൈല്യൂട്ട് H2SO4 കഴിഞ്ഞു, ഡൈല്യൂട്ട് H2SO4 കഴിഞ്ഞു. മൂന്നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ടു ദി സോൾട്ട് ആഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ആഡ് കോൺസെൻട്രേറ്റഡ് H2SO4. വീണ്ടും നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ. അപ്പോൾ ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ് എന്ന് എഴുതുന്നു. ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്, Cl- ക്ലോറൈഡ്. ഇതിൽ എഴുതി കഴിഞ്ഞു, 3 എഴുതി കഴിഞ്ഞു. കാർബണേറ്റ് ഇല്ല, അസറ്റേറ്റ് ഇല്ല, ക്ലോറൈഡ്. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യണം, ക്രമത്തിൽ തന്നെ ചെയ്യണം. ആദ്യം തന്നെ പോയി നൈട്രേറ്റ് ചെയ്യരുത്, ആദ്യം കാർബണേറ്റ് ചെയ്യണം, അതില്ലെങ്കിൽ അസറ്റേറ്റ് ചെയ്യണം, അതില്ലെങ്കിൽ ക്ലോറൈഡ് ചെയ്യണം. അപ്പോൾ ഇത്ര എഴുതിയിട്ടും ഒന്നുമില്ല. ഓക്കെ, ക്ലോറൈഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് വൈറ്റ് ഫ്യൂമിംഗ് ഗ്യാസ് കിട്ടും, അമോണിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ, അതുമില്ല. അപ്പം നമ്മൾ ഈ 4ാമത്തെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. 4ാമത്തെ ടെസ്റ്റ് ഇതേപോലെ അവിടെ എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷൻ ഇൻഫറൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി. സോ 4ാമത്തെ ടെസ്റ്റ് നേരത്തെ ചെയ്ത അതേ റിപ്പീറ്റ്, 3rd ചെയ്ത അതേ റിപ്പീറ്റ്. എന്താ? ടു ദി സോൾട്ട് ആഡ് concentrated H2SO4 and heat to the salt, add add concentrated H2SO4 and heat. Then എന്ത് ചെയ്യണം? A paper ball is dipped into it. ഒരു പേപ്പർ ബോൾ നമ്മൾ അതിലേക്ക് ഇടണം. അങ്ങനെ ഹീറ്റ് ചെയ്ത ആ സാധനത്തൊക്കെ ഉണ്ടല്ലോ, എ പേപ്പർ ബോൾ ഈസ് ആഡഡ് ടു ഇറ്റ്. എ പേപ്പർ ബോൾ, ഒരു ചെറിയ പേപ്പർ കഷ്ണം, എ പേപ്പർ ബോൾ ഈസ് ആഡഡ് ടു ഇറ്റ്. യെസ്, ഇത് ചെയ്താൽ നിങ്ങളത് നൈട്രേറ്റ് ആയതുകൊണ്ട്, നിങ്ങളുടെ സോൾട്ടിൽ ആനയോൺ നൈട്രേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരും? ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് നിങ്ങളുടെ പുറത്തേക്ക് വരും. അത് റെഡിഷ് ബ്രൗൺ ഗ്യാസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ. ടെസ്റ്റ് ട്യൂബിൻ്റെ ചുറ്റും ഇങ്ങനെ റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഉണ്ടാവും. സോ റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഫോം ചെയ്യും. റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഫോംഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം പ്രസൻസ് ഓഫ് നൈട്രേറ്റ്, NO3-. പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായാൽ ഇനി ഒരു 5ാമത്തെ ടെസ്റ്റ് ഉണ്ടല്ലോ, സൾഫേറ്റിൻ്റെ ടെസ്റ്റ്. അത് ചെയ്യണ്ട, കാരണം നിങ്ങൾക്ക് നൈട്രേറ്റ് വരെ കിട്ടി. അപ്പോൾ ചില കുട്ടികൾക്ക് ഡൗട്ട്, ഞങ്ങൾക്ക് കാർബണേറ്റ് ആണെങ്കിലോ കിട്ടിയത്, അവിടെ നിർത്താം, ബാക്കിയൊന്നും എഴുതണ്ട. മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാ സ്കൂളിലും പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ഒരു ധാരണ. സോ കാർബണേറ്റ് വരെ കിട്ടിയാൽ കാർബണേറ്റ് വരെ എഴുതിയാൽ മതി. അസറ്റേറ്റ് ആണ് കിട്ടിയൊരു അസറ്റേറ്റ് വരെ എഴുതിയാൽ മതി. ക്ലോറൈഡ് ആണ് കിട്ടിയൊരു ക്ലോറൈഡ് വരെ. അപ്പോൾ സൾഫേറ്റ് കിട്ടിയവരോ ലാസ്റ്റ് വരെ എഴുതണം, സൾഫേറ്റ് വരെ എഴുതണം. നിങ്ങൾ ചെയ്യുന്ന പോലെ കിട്ടിയത് വരെ അങ്ങ് എഴുതുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസൻസ് ഓഫ് നൈട്രേറ്റ് കിട്ടി. എവിടെയാണോ കിട്ടിയത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. കാർബണേറ്റ് ആണ് അതിൻ്റെ കൺഫർമേഷൻ. കാർബണേറ്റ് ആണ് കിട്ടിയെങ്കിൽ കാർബണേറ്റിൻ്റെ കൺഫർമേഷൻ അടുത്തത് ചെയ്യുക. ഇപ്പം നൈട്രേറ്റ് ആണ് കിട്ടിയത്, അപ്പോൾ കിട്ടിയെടുത്ത് നിർത്തി ദെൻ അതിൻ്റെ കൺഫർമേഷൻ നമ്മൾ ചെയ്യുന്നു, അഥവാ ആ ചെയ്തത് എഴുതുന്നു. ഇനി നമ്മൾ കൺഫർമേഷൻ ഓഫ് ആനയോൺ ചെയ്യാൻ പോകണം. അഥവാ നമുക്ക് കിട്ടിയ ആനയോൺ ഏതാ? നൈട്രേറ്റ് ആണ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ ഓഫ് ആനയോൺ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ബി എന്നെഴുതുന്നു. അനാലിസിസ് ഓഫ് ആനയോണിൽ ബി. അനാലിസിസ് ഓഫ് ആനയോണിൽ എ എന്തായിരുന്നു? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആനയോൺ. സെക്കൻഡ് എന്താണ്? കൺഫർമേഷൻ ഓഫ് ആനയോൺ. കൺഫേം ചെയ്യുന്നു. കൺഫേം എങ്ങനെയാണ് ചെയ്യുന്നത്? വീണ്ടും നമ്മൾ എഴുതുന്നു എക്സ്പെരിമെൻറ്റ്. കൺഫേം ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് എഴുതുന്നു. ഒബ്സർവേഷൻ എഴുതുന്നു. ഇൻഫറൻസ് എഴുതുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? എക്സ്പെരിമെൻറ്റും ഒബ്സർവേഷനും ഇൻഫറൻസും എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എഴുതുന്നു. എന്താണ് ആ ടെസ്റ്റ് എന്ന് എഴുതുന്നു. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ്? വെരി സിമ്പിൾ. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ടു ദി സോൾട്ട് സൊല്യൂഷൻ. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ടു ദി സോൾട്ട് സൊല്യൂഷൻ. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4 സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് തമ്മിൽ മിക്സ് ചെയ്യുന്നു. സോ ടു ദി സോൾട്ട് സൊല്യൂഷൻ ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4 സൊല്യൂഷൻ ഈസ് ആഡഡ്. അപ്പോൾ 2 സൊല്യൂഷൻ നമ്മൾ മിക്സ് ചെയ്യുന്നു എന്നർത്ഥം. 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ H2SO4 സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോൾട്ട് സൊല്യൂഷനിലേക്ക് നിങ്ങൾ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ FeSO4 സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ദെൻ കോൺസെൻട്രേറ്റഡ് H2SO4 ഈസ് ആഡഡ്
ത്രൂ ദി സൈഡ്സ് ഓഫ് ടെസ്റ്റ് ട്യൂബ് എന്ന് തന്നെ എഴുതണം. ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ചേർക്കുന്നു. ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. അതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ? ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. അതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ നമ്മുടെ ടെസ്റ്റിൽ കാണിച്ചു തന്നിരുന്നു. ത്രൂ ദി സൈഡ്സ് ഓഫ് ടെസ്റ്റ് ട്യൂബ് നമ്മൾ എഴുതുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നൈട്രേറ്റ് ആണല്ലോ. നൈട്രേറ്റ് ആയതുകൊണ്ട് ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. ഇതിനെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നാ പറയാ തന്നെ. ബ്രൗൺ റിംഗ് ഫോംസ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് ദി സൊല്യൂഷൻ. രണ്ട് സൊല്യൂഷനും കൂടെ ചേർന്നൊരു ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആ ജംഗ്ഷനിൽ അറ്റ് ദി ജംഗ്ഷൻ ഓഫ് ദി സൊല്യൂഷൻ. ബ്രൗൺ റിംഗ് ഫോംസ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് ദി സൊല്യൂഷൻ. ദെൻ ഇൻഫറൻസിൽ നിങ്ങൾ എന്ത് എഴുതുന്നു? പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേംഡ്. നൈട്രേറ്റ് കിട്ടിയ ഒരാൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാർബണേറ്റ് കിട്ടിയ ഒരാൾ കാർബണേറ്റ് വരെ അതെഴുതി കാർബണേറ്റിൻ്റെ കൺഫർമേഷൻ ചെയ്യുന്നു. അസറ്റേറ്റ് കിട്ടിയ ഒരാൾ അസറ്റേറ്റ് വരെ എഴുതി അസറ്റേറ്റിൻ്റെ കൺഫർമേഷൻ വരെ എഴുതുന്നു. ഇങ്ങനെ കൺഫേംഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ താഴെയായിട്ട്, ആനിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾ എന്ത് എഴുതണം എന്നറിയോ? റിപ്പോർട്ട് ചെയ്യണം. എന്താ റിപ്പോർട്ട്? നിങ്ങൾക്ക് കിട്ടിയ ആനിയോൺ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താ റിപ്പോർട്ട് എന്ന് എഴുതണം. എന്താ റിപ്പോർട്ട്? ദ ഗിവൺ സോൾട്ട് contains nitrate as anion. എന്നങ്ങ് റിപ്പോർട്ട് ചെയ്യണം മിസ്സിനോട് ചെന്നിട്ട് പറയാം, മിസ്സേ എനിക്ക് കിട്ടിയ നൈട്രേറ്റ് ആണ്. അപ്പോൾ മിസ്സ് ചോദിക്കും, നൈട്രേറ്റിനെ ഏത് ടെസ്റ്റാണ് ചെയ്തത്? അപ്പോൾ നമ്മൾ ടെസ്റ്റ് പറഞ്ഞു കൊടുക്കും. ബ്രൗൺ റിംഗ് ഒക്കെ കിട്ടി, ഒന്ന് കാണിക്കൂ. അപ്പോൾ ബ്രൗൺ റിംഗ് കാണിക്കുന്നു. മിസ്സ് പറയുന്നു, ഓക്കെ നെക്സ്റ്റ് ചെയ്തോ. ഇനി ചെയ്തത് കിട്ടിയത് തെറ്റാണെങ്കിൽ, നൈട്രേറ്റ് അല്ലതെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കുകടാ എന്ന് നിന്നോട് പറയും. ഒന്നുകൂടെ ചെയ്ത് നോക്കടാ എന്ന് നിങ്ങളോട് പറയും. ആനിയോൺ ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തെറ്റിക്കാണ്ട് ചെയ്തോളുക. അങ്ങനെ നിങ്ങൾ ആനിയോൺ കൺഫേം ചെയ്തു, നിങ്ങൾ ടീച്ചറോട് ചെന്ന് റിപ്പോർട്ട് ചെയ്താൽ ടീച്ചർ പറയും ഞാൻ നെക്സ്റ്റ് ചെയ്തോ എന്ന് പറയും. നെക്സ്റ്റ് ഏതാ? കാറ്റയോൺ ചെയ്യണം. അനാലിസിസ് ഓഫ് കാറ്റയോൺ ചെയ്യണം. അനാലിസിസ് ഓഫ് കാറ്റയോൺ 3 ടെസ്റ്റ് ചെയ്യണം. കാരണം കാറ്റയോൺ വ്യത്യസ്ത ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് കണ്ടെത്തണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്. അപ്പോൾ അത് ആദ്യം എഴുതണം. ഗ്രൂപ്പ് കണ്ടെത്തിയതിനു ശേഷം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോണിൻ്റെ ടെസ്റ്റ് ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ ടെസ്റ്റ് ചെയ്തതിനു ശേഷം കൺഫർമേഷൻ ഓഫ് കാറ്റയോൺ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുവരെ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു കാര്യം എന്താ അറിയോ, നമ്മുടെ ഒരു ഗുണം എന്താണെന്നറിയോ, നമുക്ക് ഏകദേശം അറിയാം നമുക്ക് ഏകദേശം എന്താണ് നമ്മുടെ തേർഡ് ഗ്രൂപ്പാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഡാഷ് ടെസ്റ്റ് കിട്ടിയതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് ഗുണം കിട്ടി. അതുകൊണ്ട് നമുക്ക് 0 ഗ്രൂപ്പൊക്കെ വെറുതെ അങ്ങ് എഴുതി പോകാൻ പറ്റും അല്ലേ? യെസ്, എക്സ്പെരിമെൻ്റ് എന്ന് എഴുതുന്നു, ഒബ്സർവേഷൻ എന്ന് എഴുതുന്നു, ഇൻഫറൻസ് എന്ന് എഴുതുന്നു. വീണ്ടും അങ്ങനെ എഴുതിയതിന് ശേഷം എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് എഴുതുന്നു? ഒന്നാമത്തെ ടെസ്റ്റ് ഏതിൻ്റെ ടെസ്റ്റാ? 0 ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുന്നു ടു ദി സോൾട്ട് സൊല്യൂഷൻ. മിക്കവാറും കാറ്റയോണിൻ്റെ ടെസ്റ്റിലെല്ലാം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ആക്കും. സോ ടു ദി സോൾട്ട് സൊല്യൂഷൻ എന്താ ചേർക്കുന്നത്? Na2CO3, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്നു. Na2CO3 ഈസ് ആഡഡ്. Na2CO3 ആഡ് ചെയ്തപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ 0 ഗ്രൂപ്പ് ഇല്ല. ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. അതൊരു വെറൈറ്റിയാണ് അല്ലേ? ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായപ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ട് അടുത്ത ഗ്രൂപ്പ് ചെയ്യാൻ പോണ്. അടുത്ത സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യാൻ പോണ്. ടു ദി സോൾട്ട് സൊല്യൂഷൻ dilute HCl is added. dilute HCl ആഡ് ചെയ്തപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നില്ല. നോ പ്രസിപ്പിറ്റേറ്റ് എന്ന് എഴുതാം. നോ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവേഷൻ എന്ന് എഴുതാം. എന്തും എഴുതാം. നോ പ്രസിപ്പിറ്റേറ്റ് വന്നില്ല. പ്രസിപ്പിറ്റേറ്റ് വരാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. 0 ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ അമോണിയം ഇല്ല. ഫസ്റ്റ് ഗ്രൂപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ ലെഡ് ഇല്ല, Pb2+ ഇല്ല. then മക്കളെ തേർഡ് വൺ, ടു ദി സോൾട്ട് സൊല്യൂഷൻ എന്താ ചേർക്കുന്നത്? അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ ആഡഡ്.
അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുന്നു. ടു ദി സോൾട്ട് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആർ ആഡഡ്. അങ്ങനെ ആഡ് ചെയ്യുമ്പം സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലൂമിനിയം ഉണ്ടല്ലോ, തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും, കാരണം തേർഡ് ഗ്രൂപ്പിലാണ് അലൂമിനിയം ഉള്ളത്. സോ അലൂമിനിയം ഉള്ളതുകൊണ്ട് നിങ്ങൾ എഴുതുന്നു വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്കത് എൻ്റെ ടെസ്റ്റിൽ. വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ്. കണ്ടാ, അങ്ങനെ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞു. പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ്. ഇനി പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പും ഫിഫ്ത്ത് ഗ്രൂപ്പും സിക്സ് ഗ്രൂപ്പും ചെയ്യണോ? ചെയ്യേണ്ട, ഇവിടെ നിർത്താം. ചെയ്യാം മീൻസ് ഇവിടെ എഴുതി നിർത്താം. ഇനി നിങ്ങൾ തേർഡ് ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഇനി തേർഡ് ഗ്രൂപ്പിലുള്ള ആളുടെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഫോർത്തിലേക്ക് ഇനി എഴുതണ്ട, ഇത്ര വരെ എഴുതിയാൽ മതി. അപ്പോൾ ഒരാൾക്ക് പ്രസൻസ് ഓഫ് സീറോ ഗ്രൂപ്പ് ആണെങ്കിലോ അവിടെ എഴുതി നിർത്താം. എന്നിട്ട് പിന്നെ സീറോ ഗ്രൂപ്പിലുള്ള ആളെ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി എഴുതുമ്പോൾ. ഇതേപോലെ തന്നെയാണ് നമ്മൾ സെയിം മെത്തേഡ്. സോ നമ്മൾ നെക്സ്റ്റ് അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ ചെയ്യാൻ പോകുന്നു. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ ചെയ്യാൻ പോകുന്നു. എപ്പോഴും എഴുതുന്ന പോലെ നമ്മൾ എന്ത് എഴുതുന്നു? എക്സ്പെരിമെൻ്റ് എഴുതുന്നു, ഒബ്സർവേഷൻ എഴുതുന്നു, ഇൻഫറൻസ് എഴുതുന്നു. എപ്പോഴും എഴുതുന്ന പോലെ അത് എഴുതുന്നു. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ ആണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ, തേർഡ് ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ? ടു ദി സോൾട്ട് സൊല്യൂഷൻ. ടു ദി സോൾട്ട് സൊല്യൂഷൻ ആഡ് NaOH. NaOH ചേർക്കുന്നു. NaOH ചേർക്കുമ്പോൾ വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ആ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിലേക്ക് വീണ്ടും കൂടുതൽ NaOH ചേർത്താൽ അതങ്ങ് സോലുബിൾ ആയി പോവുകയും ചെയ്യും കേട്ടോ. വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഇൻഫറൻസ് എന്താണ്? പ്രസൻസ് ഓഫ് അലൂമിനിയം. പ്രസൻസ് ഓഫ് Al3+. പ്രസൻസ് ഓഫ് ഏത്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ എഴുതുന്നു. അത്ര മതി. ഒറ്റ ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റയോൺ ഉണ്ടാവുള്ളൂ. കാരണം തേർഡ് ഗ്രൂപ്പിൽ അലൂമിനിയം മാത്രം, അപ്പോൾ അലൂമിനിയം ചെയ്യുന്നു. ദെൻ അലൂമിനിയത്തിൻ്റെ കഴിഞ്ഞാൽ ഇനി കൺഫർമേഷൻ ഓഫ് കാറ്റയോൺ. മൂന്നാമത്തത് C, കൺഫർമേഷൻ ഓഫ് കാറ്റയോൺ. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ താഴെ തന്നെ എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെരിമെൻറ്റും ഒബ്സർവേഷനും ഇൻഫറൻസ് ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് എന്താ കൺഫർമേഷൻ ടെസ്റ്റ്? എന്താ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടെസ്റ്റ്? ആഷ് ടെസ്റ്റ്. ആഷ് ടെസ്റ്റ് എന്ന് എഴുതുന്നു. ആഷ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ, എഴുതണം. ആഷ് ടെസ്റ്റ് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. ആഷ് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പ്രിലിമിനറിയിൽ എഴുതിയ അതേ സംഭവം ബ്ലൂ ആഷ് കിട്ടുന്നു. പ്രസൻസ് ഓഫ് Al3+ ഈസ് കൺഫേംഡ്. കൺഫർമേഷൻ ടെസ്റ്റിൽ എപ്പോഴും ലാസ്റ്റ് കൺഫേംഡ് എന്ന് എഴുതണം. അപ്പോൾ അലൂമിനിയം കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പണി എന്താ? നെക്സ്റ്റ് നിങ്ങളുടെ പണി റിപ്പോർട്ട്. എന്താ റിപ്പോർട്ട്? കാറ്റയോണും കൂടെ കിട്ടിയ റിപ്പോർട്ട് എഴുതുന്നു. The given salt contains aluminum as cation. Aluminum as cation. Then last and final result. നേരത്തെ നിങ്ങൾ വോളിമെട്രിയിൽ ചെയ്ത പോലെ ലാസ്റ്റ് സാറിനെ അങ്ങ് സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആ നല്ല വാടിവത്ത വൃത്തിയിൽ അങ്ങ് എഴുതി കൊടുക്കുന്നു. റിസൾട്ട് എന്ത്? ദ ഗിവൺ സോൾട്ട് ഈസ്. ഇങ്ങനെ ആവേശത്തിൽ പോയിട്ട് ഇങ്ങനെ വൃത്തിയിലൊക്കെ എഴുതിയിട്ട് ദ ഗിവൺ സോൾട്ട് ഈസ് നൈട്രേറ്റ് അലൂമിനിയം എന്ന് എഴുതിയ ഒരൊറ്റ തെറ്റായിരിക്കുള്ള മാർക്ക് മൊത്തം പോകും. അതുവരെ കൊണ്ടുവന്നൊക്കെ ഉടയും. കാരണം അതിന് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് സോൾട്ടിൻ്റെ ഫോമിൽ എഴുതേണ്ടതെന്ന് മോന് മനസ്സിലായില്ല. എങ്ങനെ എഴുതണം? ദ ഗിവൺ സോൾട്ട് ഈസ് അലൂമിനിയം നൈട്രേറ്റ്. കാറ്റയോൺ ഫസ്റ്റ്, ആനയോൺ സെക്കൻഡ്, അലൂമിനിയം നൈട്രേറ്റ്. സോ യു വിൽ ഗെറ്റ് 16 മാർക്സ്. ഇത്രയും എഴുതി കൊടുത്താൽ ഇത് അലൂമിനിയം നൈട്രേറ്റ് ആണെങ്കിൽ വേറെ ഏത് സോൾട്ട് ആണെങ്കിലും ഇങ്ങനെ തന്നെ എഴുതാം. ഇപ്പം എൻ്റെ മക്കൾ ഡൗട്ട് അടിക്കുന്നത് സാർ ഇപ്പം ഇങ്ങനെ ഇൻഫറൻസ് ഇതൊക്കെ എഴുതി, ഞങ്ങൾക്ക് ഇതിങ്ങനെ എഴുതണമെങ്കിൽ കിട്ടണ്ടേ, ഇതിങ്ങനെ എഴുതണമെങ്കിൽ എന്തൊക്കെയാണ് ടെസ്റ്റ് എന്ന് അറിയണേ, ഞങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ, ഞങ്ങളിത് പഠിച്ചിട്ടില്ലല്ലോ. ഇതാണ് ഈ പഠിക്കാൻ ആദ്യത്തെ പഠിച്ചിങ്ങനെ ആനയോൺ എത്തി കാറ്റയോൺ പഠിക്കുമ്പോൾ പിന്നെയും മാറിപ്പോവും, കാറ്റയോൺ പഠിക്കുമ്പോൾ പിന്നെ അത് മാറിപ്പോവും, ഇത് പിന്നെ എങ്ങനെ ഞങ്ങൾ എഴുതാനാണ്, അപ്പോൾ ഞങ്ങൾ 16 മാർക്ക് പോകുമോ സാർ എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ട്രിക്കുമായിട്ട് സാർ എത്തിയിട്ടുണ്ട്. കുറച്ച് JS ട്രിക്സ് ഉണ്ട് പറഞ്ഞുതരാം. സ്കീം ഓഫ് സോൾട്ട് അനാലിസിസ് പഠിക്കാനുള്ള കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആ ട്രിക്കുകളും കൂടെ ചേർത്തിട്ട് സോൾട്ട് അനാലിസിസ് അങ്ങ് പഠിച്ചോ.
ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ട്രിക്ക് എന്നതാണ് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പോൾ സോൾട്ട് അനാലിസിസ് ചെയ്യാനുള്ള സ്കീം പഠിക്കാനുള്ള ട്രിക്സ് എന്തൊക്കെയാണ്, എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം സർ എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഇവിടെ ആനയോണ്ട കുറച്ച് ടെസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടേ. ആനയോണ്ട മൊത്തം ടെസ്റ്റുകൾ ചുരുക്കിയാണ് എഴുതി പഠിക്കാനുള്ള എളുപ്പത്തിന്. എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഇത് മൊത്തത്തിൽ സ്കീം എങ്ങനെ പഠിച്ചു പോകാമെന്ന് പറയാൻ വേണ്ടി മാത്രം ചുരുക്കി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ ആനിയോൺസ് ഉണ്ടല്ലോ അതിങ്ങനെ ഓർഡറിൽ പഠിച്ചു വെക്കുക. ആനിയോൺസ് ചെയ്യാനുള്ള ആനിയോൺസ് ഓർഡറിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം കാർബണേറ്റ്, പിന്നെ അസറ്റേറ്റ്, പിന്നെ ക്ലോറൈഡ്, പിന്നെ നൈട്രേറ്റ്, പിന്നെ സൾഫേറ്റ്. ഇതങ്ങ് ഓർഡറിൽ പഠിക്കും. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ് അത് പഠിക്കുമല്ലോ. അത് ഓർഡറിൽ പഠിച്ചതിന് ശേഷം അതിലേക്ക് ചേർക്കേണ്ട ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റിന് ചേർക്കേണ്ട ആളുകളെയും ഓർഡറിൽ പഠിക്കുക. സിമ്പിൾ ഓർഡറിൽ പഠിക്കാം. ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് H2SO4. അപ്പോൾ 2 ഡൈല്യൂട്ട് കഴിഞ്ഞു. പിന്നെ കോൺസെൻട്രേറ്റഡ് H2SO4, പിന്നെ ആ കോൺസെൻട്രേറ്റഡ് H2SO4ലേക്ക് പേപ്പർ ബോൾ, പിന്നെ ബേരിയം ക്ലോറൈഡ്. പഠിച്ചേ, സിമ്പിൾ. ഐഡൻറ്റിഫിക്കേഷൻ പഠിക്കാൻ ഈസി. ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് ഹീറ്റ് പ്ലസ് പേപ്പർ ബോൾ, ദെൻ ബേരിയം ക്ലോറൈഡ്. അത്രയേ ഉള്ളൂ. ദെൻ ഇനി കൺഫർമേഷൻ പഠിക്കാനാണല്ലോ. ഇവിടെ ചേർത്ത സൾഫേറ്റിന് അവസാനം ചേർത്ത ബേരിയം ക്ലോറൈഡ് ആണ് കാർബണേറ്റിൻ്റെ കൺഫർമേഷൻ. ഇവിടെ ചേർത്ത ബേരിയം ക്ലോറൈഡ് ഇവിടെ. ദെൻ ബേരിയം ക്ലോറൈഡ് കഴിഞ്ഞാൽ BaCl2. അപ്പോൾ അതുപോലെ പേര് പറയുന്ന ഒരാൾ FeCl3, BaCl2. അപ്പോൾ അടുത്തത് FeCl3. അപ്പോൾ നിങ്ങൾ ആദ്യം ചേർത്തത് നിങ്ങൾ ലാബിൽ നിന്നാണല്ലോ ചെയ്യുക. ലാബിൽ BaCl2 എന്ന് പറഞ്ഞ എഴുതിയ ഒരാളുണ്ടാവും. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ ഉള്ള കൺഫർമേഷൻ BaCl2 അതേപോലെ ഒരു CL3, AlCl3 അല്ലെങ്കിൽ AlCl3 ലാബിൽ ഉണ്ടാവില്ല. അപ്പോൾ FeCl3. അപ്പോൾ നിങ്ങൾ ലാബിൽ അത് ആ ഒരു FeCl3 കാണുന്നു, ഒരു ബ്രൗണിഷ് കളറുള്ള, അത് ചേർക്കുന്നു. FeCl3 ഇല്ലെങ്കിൽ പിന്നെ HNO3 ഒക്കെ നോക്കിയാൽ 2 പിന്നെ 3 പിന്നെ 3 HNO3 AgNO3, HNO3 AgNO3. ദെൻ നൈട്രേറ്റിൻ്റെ ടെസ്റ്റിന് പിന്നെ ഒരിക്കലും മറക്കരുത് ദ ഫേമസ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. FeSO4 സൊല്യൂഷൻ എടുക്കുക, ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4 സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ടാക്കുക. ദെൻ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, സൈഡ് കൂടെ ഒഴിക്കുക, റിംഗ് ഫോം ചെയ്യും. ബ്രൗൺ റിംഗ് ടെസ്റ്റ് അതൊരിക്കലും മറക്കൂലല്ലോ. ദെൻ അവസാനത്തെ ഒന്ന് മൈൻഡിൽ സെറ്റാക്കുക. ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും, ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും രണ്ടും അസറ്റുള്ള ആളുകളാണ്. ലെഡ് അസറ്റേറ്റ്, അസറ്റിക് ആസിഡ്. ഒന്നുകൂടെ ഇതാണ് സെറ്റാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സോൾട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർഡർ കിട്ടിയില്ലേ, പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. എന്ത് അപ്പം പെട്ടെന്ന് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. എന്താ എഴുതിയെടുക്കേണ്ടത്? സോൾട്ടുകളുടെ ഓർഡറിൽ എഴുതി, ആനിയോണിൻ്റെ ഓർഡറിൽ എഴുതി വെക്കുക. എന്ത്? കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. എന്നിട്ട് തൊട്ടുടനെ ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് പേപ്പർ ബോൾ, ബേരിയം ക്ലോറൈഡ്. ഇത്ര മതി തൽക്കാലത്തിന് ആദ്യം നിങ്ങൾക്ക്. പിന്നെ ഇതിൽ ഏതാണോ കിട്ടുന്നത് അതിൻ്റെ കൺഫർമേഷൻ മാത്രം ചെയ്താൽ മതിയല്ലോ. തൽക്കാലം ഇത്ര മതിയല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതിൻ്റെ കൺഫർമേഷൻ ചെയ്യാനാണല്ലോ. ഇനി കൺഫർമേഷനും കൂടെ അങ്ങ് പഠിച്ചു വെച്ചോ. എങ്ങനെയാണ് കൺഫർമേഷൻ? ഇവിടെ ചേർത്ത BaCl2 അപ്പുറത്ത് BaCl2, BaCl2 കഴിഞ്ഞാൽ പിന്നെ FeCl3 ന്യൂട്രൽ, FeCl3 കഴിഞ്ഞാൽ പിന്നെയും 3 ഉള്ള ആളുകളായിരിക്കും HNO3 AgNO3. പിന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റ്, പിന്നെ ലെഡ് അസറ്റേറ്റ്, അസറ്റിക് ആസിഡ്. ഇങ്ങനെ ആനിയോണിൻ്റെ ടെസ്റ്റ് ഈസി ആയിട്ടുണ്ട് പഠിച്ചെടുത്തേ. ഈസി ട്രിക്സ്. ആനിയോൺ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് സാറേ അതും പഠിച്ചെടുക്കണ്ടേ, അതും പ്രയാസമല്ലേ എന്ന് ചോദിക്കുന്നവരോട്, ലാബിൽ പോയിട്ട് നിങ്ങളല്ലേ ഇത് ചെയ്യുന്നത്, നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണൂലേ, ആ റിസൾട്ട് എഴുതി വെച്ചാൽ പോരെ. FeCl3 ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഡിഷ് കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെഡിഷ് കളർ ഒന്ന് കിട്ടാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എഴുതാലോ. ബ്രൗൺ റിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. അവസാനത്തത് വൈറ്റ് മിക്കവാറും പ്രസിപ്പിറ്റേറ്റിൻ്റെ കളറൊക്കെ ആനിയോണിൽ പ്രസിപ്പിറ്റേറ്റിൻ്റെ കളറൊക്കെ വൈറ്റ് ആയിരിക്കും. ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം മാത്രം ഓർക്കേണ്ടത്, ഈ ആനിയോണിൻ്റെ ടെസ്റ്റിൽ അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് മാത്രം വാച്ച് ഗ്ലാസ്സിൽ. അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് മാത്രം വാച്ച് ഗ്ലാസ്സിൽ. അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് മാത്രം വാച്ച് ഗ്ലാസ്സിൽ. അത് ഓർത്ത് വെക്ക്. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് എന്ന സ്മെൽ ഓഫ് വിനെഗർ, ബ്രിസ്ക് എഫർവസൻസ് എന്താണെന്നറിയില്ല, ചേർക്കുമ്പോൾ ഇങ്ങനെ കൂളായിട്ട് വരും. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുത്തോളല്ലോ. ഇനി കാറ്റയോൺ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നല്ലേ നിങ്ങളുടെ ഡൗട്ട്. കേട്ടോ, കാറ്റയോൺ ആണല്ലോ കുറച്ച് അധികം. അതെങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ആദ്യം നിങ്ങൾ 0 ഗ്രൂപ്പിൽ ആരാ, ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരാ, തേർഡ് ഗ്രൂപ്പിൽ, സെക്കൻഡ് നിങ്ങൾക്ക് ചെയ്യാനില്ല. അപ്പോൾ 6th ഗ്രൂപ്പ് വരെ ഓർഡറിൽ പഠിക്കാം. 0 ഗ്രൂപ്പിൽ അമോണിയം, ഫസ്റ്റ് ഗ്രൂപ്പിൽ ലെഡ് Pb2+, തേർഡ് ഗ്രൂപ്പിൽ Al3+, ഫോർത്ത് ഗ്രൂപ്പിൽ Zn2+, സിങ്ക്, 5th ഗ്രൂപ്പിൽ Ca2+, അല്ലെങ്കിൽ ബേരിയം 2+. ആ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് 2 ആളുകളെ തരുന്നത്. 6th ഗ്രൂപ്പിൽ Mg2+. ദെൻ എങ്ങനെയാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പഠിക്കുക? വെരി വെരി സിമ്പിൾ. ആദ്യം 0 ഗ്രൂപ്പിൻ്റെ മൊത്തം നേരെ പഠിക്കാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. 0 ഗ്രൂപ്പിന് ചേർക്കുന്ന ആളുകൾ സ്റ്റാർട്ടിങ് മിക്കവാറും N കൊണ്ടുള്ള ആളുകളായിരിക്കും. 0 ഗ്രൂപ്പിൻ്റെ ആളും N കൊണ്ടുള്ള ആളാണ്.
അപ്പോൾ സീറോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അമോണിയം NH4+, N കൊണ്ടുള്ള ആൾ. അപ്പോൾ N കൊണ്ടുള്ള ആളുകളെയാണ് മൂന്നിലും ചേർക്കേണ്ടത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റിയോണും കൺഫർമേഷൻ ഓഫ് കാറ്റിയോണും മൂന്നാളെയും N കൊണ്ടുള്ള ആൾ. ആരാ ഫസ്റ്റ് N? Na2CO3. സെക്കൻഡ് N ആരാ? NaOH. തേർഡ് N ആരാ? നെസ്ലേഴ്സ് റിയേജന്റ്. അതങ്ങനെ ആ ഓർഡറിൽ പഠിച്ചു വെച്ചോളാം. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് മുതൽ താഴോട്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന് ഡൈല്യൂട്ട് HCl. അതെങ്ങനെ ഓർത്ത് വെക്കാന്ന് ചോദിച്ചാൽ ആനയോണിൽ ഫസ്റ്റ് ചേർക്കേണ്ടത് ഡൈല്യൂട്ട് HCl. അപ്പോൾ കാറ്റിയോണിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് ചേർക്കേണ്ടതും ഡൈല്യൂട്ട് HCl. ആനയോണിന് ഫസ്റ്റ് ചേർക്കേണ്ടത് ഡൈല്യൂട്ട് HCl, കാറ്റിയോണിന് ഫസ്റ്റ് ഗ്രൂപ്പിൽ ചേർക്കേണ്ടതും ഡൈല്യൂട്ട് HCl. ഇനി ഒരു ട്രിക്ക്, തേർഡ് ഗ്രൂപ്പ് മുതൽ സിക്സ്ത് ഗ്രൂപ്പ് വരെ, സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ചെയ്യാനില്ല, തേർഡ് ഗ്രൂപ്പ് മുതൽ സിക്സ്ത് ഗ്രൂപ്പ് വരെ ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നു. ആര്? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. തേർഡ് ഗ്രൂപ്പ് മുതൽ സിക്സ്ത് ഗ്രൂപ്പ് വരെ ഒരേ ആളെ ഓർഡർ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെന്താ വ്യത്യാസം? തേർഡ് ഗ്രൂപ്പിൽ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഫോർത്ത് ഗ്രൂപ്പിൽ അതിൻ്റെ കൂടെ H2S. നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ H2S ആയിരിക്കില്ല, Na2S ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ Na2S. ഫിഫ്ത്ത് ഗ്രൂപ്പിൽ, അപ്പോൾ തേർഡ് ഗ്രൂപ്പിന് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഫോർത്ത് ഗ്രൂപ്പിന് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, H2S. ഫിഫ്ത്ത് ഗ്രൂപ്പിൽ വീണ്ടും അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം കാർബണേറ്റ്. സിക്സ്ത് ഗ്രൂപ്പിന് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, Na2HPO4. ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് ലാബിൽ ഈ സൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ എന്തിനാ നിങ്ങൾ പേരൊക്കെ കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആകെ ആലോചിക്കേണ്ടത് തേർഡ് മുതൽ സിക്സ് വരെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്. അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് Na2S. അത് ലാബിൽ ഉണ്ടാവും. അപ്പോൾ ആരെയെന്ന് Na2S. കാരണം അത് കാർബണേറ്റിൻ്റെ ആരുമാണല്ലോ. അപ്പോൾ ലാബിൽ നോക്കുമ്പോൾ അമോണിയം കാർബണേറ്റ്. പിന്നെ ഒരു ഡൈസോഡിയം, ഡൈസോഡിയം ഹൈഡ്രോക്സൈഡ്. അതൊക്കെ പേര് അവിടെ ഉണ്ടാവും. സ്മാർട്ടായിട്ട് പഠിക്കൂ. കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മൾ കയ്യിൽ നിന്നിടും. സോ ഇതാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് പഠിക്കാനുള്ള ട്രിക്ക്. ഇതിൽ സീറോ ഗ്രൂപ്പിൻ്റെ മൊത്തം ഇങ്ങനെ പഠിക്കാനുള്ള ട്രിക്കും പറഞ്ഞു, ഐഡൻറ്റിഫിക്കേഷൻ മൊത്തത്തിൽ. ഇനി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാറ്റിയോൺ പഠിക്കാനുള്ള ചെറിയ ട്രിക്ക്. സീറോ ഗ്രൂപ്പിനും തേർഡ് ഗ്രൂപ്പിനും ഫോർത്ത് ഗ്രൂപ്പിനും ഐഡൻറ്റിഫിക്കേഷൻ സെയിം, NaOH ചേർക്കലാണ്. അല്ല, സീറോ ഗ്രൂപ്പിൽ മാത്രം NaOH ചേർത്ത് ഹീറ്റ് ചെയ്യണം. സീറോ ഗ്രൂപ്പിനും തേർഡ് ഗ്രൂപ്പിനും ഫോർത്തിനും, സീറോക്കും തേർഡിനും ഫോർത്തിനും, സീറോക്കും തേർഡിനും ഫോർത്തിനും, സീറോ തേർഡ് ഫോർത്തിന് ഐഡൻറ്റിഫിക്കേഷൻ സെയിം ആണ്, NaOH ചേർക്കൽ. പഠിച്ചേ. ദെൻ ഫസ്റ്റിനും ഫിഫ്ത്തിനും ഐഡൻറ്റിഫിക്കേഷൻ സെയിം ആണ്. എന്തൊരു ഈസി. സീറോ ഫസ്റ്റ് തേർഡ് ഫോർത്ത് എന്ന് എഴുതുക. സീറോ ഫസ്റ്റ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് എന്ന് എഴുതുക. അതിൽ സീറോക്കും ഫിഫ്ത്തിനും അവസാനമുള്ള സീറോ എന്ന് എഴുതുക, ഫസ്റ്റ് എന്ന് എഴുതുക, തേർഡ് എന്ന് എഴുതുക, ഫോർത്ത് എന്ന് എഴുതുക, ഫിഫ്ത്ത് എന്ന് എഴുതുക. അതിൽ സീറോക്കും ഫിഫ്ത്തിനും ഒരേ ആൾ. ആരാണ്? ലെഡ് അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും. അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ഒരു യെല്ലോ കളർ സൊല്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ അസറ്റിക് ആസിഡ് നമ്മൾ ആനയോണിൻ്റെ ടെസ്റ്റിൽ എവിടെയോ ചേർത്തിട്ടുണ്ടല്ലോ. അവിടെ അവസാനത്താക്ക് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും ചേർത്തിട്ടുണ്ട്. അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും. അപ്പോൾ ഇതിൽ പെടാത്ത ആളുകളില്ലേ 1, 3, 4 ഇതിന് NaOH കിട്ടി. ഒരാൾ മാത്രം. അപ്പോൾ ബാക്കി സിക്സ് ഗ്രൂപ്പ് ഒരു ഡൗട്ടും വേണ്ട. സിക്സ് ഗ്രൂപ്പിൽ മെഗ്നീഷ്യം അല്ലേ. അപ്പോൾ മെഗ്നീഷ്യം Mg ഉള്ള ആൾ മാഗ്നസോൺ. അപ്പോൾ Mg ഉള്ള ആൾ ആരായിരുന്നു? ലാബിൽ ചെന്ന് നോക്കുമ്പോൾ Mg ഉള്ള ആൾ മാഗ്നസോൺ. അപ്പോൾ ആ പേരങ്ങ് എഴുതി വെക്കുന്നു, മാഗ്നസോൺ റിയേജൻറ്റ്. അഥവാ കിട്ടിയില്ലേ മാഗ്നസോൺ റിയേജൻറ്റ്. സോ മക്കളെ, അതും പഠിച്ചു. ഇനി കൺഫർമേഷൻ അതിലേറെ സിമ്പിൾ. കാരണം എന്താണെന്നറിയോ? കൺഫർമേഷൻ അതിലേറെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സീറോ ഗ്രൂപ്പ് നെസ്ലേഴ്സ് റിയേജൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. തേർഡിനും ഫോർത്തിനും സിക്സ്തിനും ആഷ് ടെസ്റ്റ്, ഫിഫ്ത്തിന് ഫ്ലെയിം ടെസ്റ്റ് പഠിച്ചു. തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് പഠിച്ചു കഴിഞ്ഞു. തേർഡിനും ഫോർത്തിനും സിക്സ്തിനും ആഷ് ടെസ്റ്റ്, ഫിഫ്ത്തിന് ഫ്ലെയിം ടെസ്റ്റ്. പിന്നെ ഒരൊറ്റ ആൾ മാത്രമേ ഇല്ലാത്തുള്ളൂ, അത് ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന് പൊട്ടാസ്യം അയോഡൈഡ് ചേർത്ത് ചൂടാക്കി എന്നിട്ട് തണുപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ സ്പാങ്കിൾസ് കിട്ടും. വേറൊരു ട്രിക്ക് പറഞ്ഞാൽ ഇത് തിരിച്ചെഴുതുന്നവരുണ്ട് കേട്ടോ. ഈ KI പ്ലസ് ഹീറ്റ് പ്ലസ് കൂൾ ചെയ്തത് ഐഡൻറ്റിഫിക്കേഷനിലും ഇത് തിരിച്ച് അങ്ങോട്ട് എഴുതുന്നവരുണ്ട്. അത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അത് ചില ബുക്കിൽ തിരിച്ചും കാണാം. ഇത് ഐഡൻറ്റിഫിക്കേഷനായിട്ടും ഇത് കൺഫർമേഷനായിട്ടും ചെയ്യുന്നവരുണ്ട് തിരിച്ച്. അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പം പഠിച്ചെടുക്കാനുള്ള ട്രിക്കാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ കുറേ കാണാപ്പാടം പഠിക്കുന്നതിനപ്പുറം പഠിച്ചെടുക്കാൻ ഈസി ആയിട്ട് ഈ ട്രിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് എങ്ങനെയാണ് പഠിച്ചെടുക്കാനുള്ള ക്ലിയർ കട്ടായിട്ടുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൾ ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾ ഇനി സോൾവ് ചെയ്യാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ആനയോണ്ട് ഓർഡർ എഴുതുക. അത് ചെയ്യേണ്ടത് കൺഫർമേഷൻ എഴുതുക. കാറ്റിയോൺ അതേപോലെ സീറോയും ഫസ്റ്റും തേർഡ് ആളുമ്പോഴത്തേക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എഴുതുക. ബാക്കിയുള്ളവരെ ബാക്കിയുള്ള ആളുകൾ എഴുതുക. കൺഫർമേഷനിൽ ആരൊക്കെയാണ് ആഷ് ടെസ്റ്റ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്ലെയിം ടെസ്റ്റ് ആർക്കാന്ന് എഴുതി വെക്കുക. ഗോൾഡൻ സ്പാങ്കിൾസിൻ്റെ ടെസ്റ്റ് ഫസ്റ്റ് ഗ്രൂപ്പിനാണെന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ഓൾറെഡി ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കഴിയും മക്കളെ, അടിപൊളിയായിട്ട് കഴിയും. സെറ്റ് മക്കൾസ്.
ഓക്കെ, അപ്പം സോൾട്ട് അനാലിസിസ് എങ്ങനെ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ വോളിയോമെട്രിക് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതാ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് കഴിഞ്ഞു, ബ്രീഫ്ലി റൈറ്റ് ദ പ്രിൻസിപ്പൽ ആൻഡ് പ്രൊസീജിയർ കഴിഞ്ഞു, അനാലിസിസ് ഓഫ് സോൾട്ടും ചെയ്ത് കഴിഞ്ഞു, അതും കാണിച്ചു. പിന്നെ നിങ്ങളെ റെക്കോർഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാകും. റെക്കോർഡ് മാർക്ക് സാറ് അത് നിങ്ങളുടെ 4 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. നന്നായിട്ട് എഴുതി, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഷുവർ. അപ്പോൾ 4 മാർക്ക് വീണ്ടും പോക്കറ്റിലായി. പിന്നെ വൈവാവോസ്, അയ്യോ അതിനാണല്ലോ മാർക്ക് പറയാമെന്ന് പേടിക്കണ്ട. നിങ്ങളെ റിലാക്സ് ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. തീരെ പഠിക്കാതെ വന്നില്ലല്ലോ എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ പേടിപ്പിക്കൂല. നിങ്ങൾ ചെയ്യുന്നിടത്ത് വന്നിട്ട് മോനെ മോളെ എന്താ ചെയ്യുന്നത്? ബ്രൗൺ റിംഗ് ടെസ്റ്റാ സാറേ. എന്താ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്തത്? ഓക്കെ സാർ അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ ഉഷാറാണല്ലോ. ഫ്ലെയിം ടെസ്റ്റ് എങ്ങനെ ചെയ്യാം? ഓക്കെ സാർ. എത്രയാണ് ടൈട്രേഷൻ? ഗീററ്റിൽ ഇപ്പോൾ ആരെയാണ് നീ എടുത്തത്? അത് സാർ ആസിഡാ സാർ എടുത്ത് ഇത് ബേസൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ പെട്ടെന്ന് സാറ് വേറെ എന്തെങ്കിലും ഇക്വലൻ മാസം എത്ര ചോദിച്ചാൽ സാർ എന്ന് പറഞ്ഞ് കിട്ടുന്നില്ലല്ലോ എന്നല്ല സാർ, എനിക്ക് കിട്ടും, എനിക്കറിയും സാർ, പെട്ടെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നാലോചിക്കട്ടെ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പോൾ ടീച്ചർ പറയും ഓക്കെ നീ ടൈം എടുത്തോ, കുഴപ്പമില്ല പതിയെ പറഞ്ഞാൽ മതി, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും സന്തോഷമായി, നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടും. മറ്റേത് ടെൻഷൻ അടിച്ച് ആലോചിക്കുന്നു, ടീച്ചറും വേം പറയും ആലോചിക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ആലോചിച്ചാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ടെൻഷൻ ഫ്രീ ആക്കി പതുക്കെ പറഞ്ഞു കൊടുത്താൽ, കാരണം ചില ആളുകൾക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എഴുതി കൊടുക്കാനാണെങ്കിൽ അയാൾ സുഖമായിട്ട് എഴുതി കൊടുക്കും. പെട്ടെന്ന് ചോദിക്കുമ്പോൾ മൈൻഡിൽ ആൻസർ വരില്ല. അങ്ങനെ പ്രശ്നമുള്ളവരുണ്ടാവും. അത് അവരുടെ കുറ്റമല്ല, അത് അവർക്ക് അങ്ങനെ ഒരു പിന്നെ പെട്ടെന്ന് പറയാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അത് ടീച്ചറോട് പറഞ്ഞാൽ മതി, എനിക്കറിയാം സാർ, ഞാൻ പഠിച്ചിട്ടുണ്ട് മിസ്സേ, എനിക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, തരും. സോ അപ്പോൾ എന്തൊക്കെയാണ് വൈവക്ക് വരിക എന്നുള്ളൊരു ഡൗട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. വൈവക്ക് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇക്വലൻ മാസുകൾ, അതുപോലെ തന്നെ ഓരോ ടെസ്റ്റിലും എങ്ങനെയാണ് ചെയ്യേണ്ട ടെസ്റ്റ്, ഇതൊക്കെ തന്നെ വൈവക്ക് തിരിച്ചും മറിച്ചും ചോദിക്കുക. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വൈവക്ക് വരിക എന്നുള്ളത് വേറെ തന്നെ കുറച്ച് പോയിന്റുകളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതുള്ള ഒരു ഐഡിയ സാറ് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് പിന്നെ ഒരു പേടിയില്ലാണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ലാബ് ചെയ്യാൻ പോയിക്കോളൂ. 40 മാർക്ക് കീശയിലാക്കി തിരിച്ചു വരൂ, അടിപൊളിയായിട്ട് തിരിച്ചു വരൂ. പിന്നെ നമുക്ക് തിയറി മാത്രം പഠിച്ചെടുത്താൽ മതിയല്ലോ, അതും നമുക്ക് സെറ്റാക്കാം. സോ മക്കളെ, താങ്ക് യു, ബൈ.